അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മെൻസസിൻ്റെയും അതായത് ഹൈലിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളെ പറ്റിയാണ്. ഈ 7 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. പല ആളുകൾക്കും ഇതിനെപ്പറ്റി പലവിധ സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കും വിധം ലളിതമായ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ ഈ വീഡിയോയിൽ നൽകാം. ഇതിൽ 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഭാര്യയ്ക്ക് മെൻസസ് ആയ സമയത്ത് 3 കാര്യങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യാൻ പാടില്ലാത്ത വിഷയം കൂടിയാണ്. ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഓരോ എക്സ്പ്ലനേഷനും ആവശ്യമുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകാം. യഹ്റുമു ബിൽ ജനാബത്തി വ ബിൽ വിലാദത്തി, അതായത് ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും ഹറാമാണ്. ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമായ മുഴുവൻ കാര്യങ്ങളും ഹറാമാണ്. അതായത് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരാൾ വലിയ ശുദ്ധിയായി, അത് വലിയ ശുദ്ധിയാകുമ്പോൾ ജനാബത്ത് കാര്യമാകട്ടെ, അല്ലെങ്കിൽ മെൻസസിൻ്റെ സമയമാകട്ടെ, അല്ലെങ്കിൽ പ്രസവിച്ച് നിഫാസിൻ്റെ സമയമാകട്ടെ, ഏത് സമയമാണെങ്കിലും ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമായ മുഴുവൻ കാര്യങ്ങളും ഹറാമാകും. അപ്പോൾ ചെറിയ ശുദ്ധി കൊണ്ട് നമുക്കറിയാം, ഒരാൾക്ക് വുളൂ ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല, സുജൂദ് ചെയ്യാൻ പറ്റൂല, വിശുദ്ധമായ ഖുർആൻ തൊടാൻ പറ്റൂല, തവാഫ് ചെയ്യാൻ പറ്റൂല. ഈ വിഷയങ്ങളെല്ലാം മെൻസസിന്റെ സമയത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി പുരുഷന്മാരാണെങ്കിൽ ജനാബത്തിന്റെ സമയത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം വലിയ ശുദ്ധിയുടെ ഘട്ടത്തിലും ചെയ്യാൻ പാടില്ല. ഇനി അതിനു പുറമെ 2 കാര്യങ്ങൾ കൂടി വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ ഹറാമാകും. ഏതൊക്കെയാണ്? ഒന്ന് പള്ളിയിൽ താമസിക്കല്, മറ്റൊന്ന് വിശുദ്ധമായ ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഓതൽ. ഇത് മെൻസസ് ഉള്ള സ്ത്രീകൾക്കും പാടില്ലാത്ത കാര്യമാണ്, ജനാബത്തുള്ള സ്ത്രീകൾക്കും പാടില്ലാത്ത കാര്യമാണ്, ജനാബത്തുള്ള പുരുഷന്മാർക്കൊക്കെ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരു വിഷയം പല ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഓതാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദിക്റുകൾ ചൊല്ലാൻ പറ്റുമോ? ദിക്റുകൾ ചൊല്ലാം. ഇനി ദിക്റുകൾ ഖുർആനിലുള്ള ആയത്തുകളാണെങ്കിലും ആ ദിക്റുകൾ ചൊല്ലാം. ഒരു ഉദാഹരണം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി പറയും. യഥാർത്ഥത്തിൽ ഈ ബിസ്മി നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് ഫാത്തിഹയിലെ 1ാമത്തെ ആയത്താണ്. എന്നിരുന്നാൽ പോലും വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ ഈ ബിസ്മി ചൊല്ലാവുന്നതാണ്. അതേപോലെ മരണപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ നമ്മൾ പറയുന്ന ദിക്ർ, ഇതൊക്കെ ഖുർആനിലുള്ള ആയത്തുകളാണെങ്കിലും ഈ ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ്. ഇനി മനസ്സിലാക്കാം, ഈ സമയത്ത് ഹദ്ദാദ് ചൊല്ലാൻ പറ്റുമോ, മൗലിദ് ഓതാൻ പറ്റുമോ, അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റുമോ തുടങ്ങിയ സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ഇവയും ചൊല്ലാവുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ ഹദ്ദാദ് റാത്തിബിൽ നമ്മൾ അതിന്റെ തുടക്കത്തിൽ കുറച്ച് ഖുർആനിൽ ആയത്തുകളൊക്കെ വരും. പക്ഷെ അതെവിടെ നമ്മൾ ചൊല്ലുന്നത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ അല്ല, മറിച്ച് എല്ലാ ദിവസവും ചൊല്ലിപ്പോരുന്ന ദിക്റുകളാണ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ അവയും ചൊല്ലാവുന്നതാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വയഹ്റുമു ബിൽ ഹൈദി വന്നിഫാസി മാ യഹ്റുമു ബിൽ ജനാബത്തി, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഹറാമാകുന്ന വിഷയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകും. അതായത് ഹൈദ് എന്ന് വെച്ചാൽ മെൻസസ്, ആർത്തവത്തിന്റെ സമയം. നിഫാസ് എന്ന് വെച്ചാൽ പ്രസവാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസ് എന്ന് പറയാം. അത് ഏറ്റവും ചുരുങ്ങിയത് 1 സെക്കൻഡ് കൊണ്ട് അവസാനിക്കാം. സാധാരണഗതിയിൽ 40 ദിവസങ്ങളായിരിക്കും. അധികരിച്ചാൽ അത് 60 ദിവസങ്ങൾ വരെ നീണ്ടു നിന്നേക്കാം. അതിനെപ്പറ്റിയൊക്കെ മറ്റു വീഡിയോകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വേറൊരു വിഷയം കൂടുതൽ ഞാൻ നിങ്ങളോട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയാണ്. ഇതുപോലത്തെ വളരെ ലളിതമായ ഇസ്ലാമിക വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നാഫി അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ഹിക്മ എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാം. ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പറഞ്ഞതിന്റെ താല്പര്യം, ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന, അതായത് വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാകുന്ന മുഴുവൻ കാര്യങ്ങളും ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്തിൽ ഹറാമാണ്. വയഹ്റുമു ബിഹിമ, അതായത് ഈ ഹൈല് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമായി പോകും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പുറമെ 4 കാര്യങ്ങൾ കൂടി ഹറാമാകും. മൊത്തത്തിൽ നമ്മൾ 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ചെറിയ ശുദ്ധിക്കാരന് ഹറാമാകുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഓതൽ. മൂന്നാമത്തത് പള്ളിയിൽ താമസിക്കൽ. ഈ 3 വിഷയങ്ങൾ വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാണെന്ന് പറഞ്ഞു. ഇനി ഇതിന് പുറമെ
മെൻസസിന്റെയും നിഫാസിന്റെയും സമയത്ത് 4 കാര്യങ്ങൾ കൂടുതലായിട്ട് ഹറാമായിട്ട് വരും, അതായത് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് വരും. അതിൽ ഒന്ന് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. അപ്പൊ ജനാപത്തുള്ള ഒരു പെണ്ണിനിക്ക് കുളിച്ചു വൃത്തിയായതിനു മുമ്പ് നോമ്പനുഷ്ഠിക്കാം. എന്നാൽ മെൻസസിന്റെ അല്ലെങ്കിൽ നിഫാസിന്റെ ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇനി പറയുന്ന 3 വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഒന്ന് ത്വലാഖ് ചെല്ലുക എന്നുള്ളത്. അപ്പൊ ഭാര്യയ്ക്ക് മെൻസസ് ആയിക്കൊണ്ടിരിക്കെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ പാടില്ല. യഥാർത്ഥത്തിൽ ത്വലാഖ് എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ, അതായത് ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ത്വലാഖ്. ഈ ത്വലാഖ് തന്നെ ഭാര്യയ്ക്ക് മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ജിമാൽ, അതായത് സംയോഗം ചെയ്യാം. അത് വലോ ബിഹാഇലി, ഒരു മറയോടെ കൂടെയാണെങ്കിലും ശരി, അതായത് എന്തെങ്കിലും ഉറകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും സംയോഗം ജിമായ് ചെയ്യുക എന്നുള്ളതും മെൻസസിന്റെ സമയത്ത് പാടില്ല. അപ്പോൾ ഭാര്യമാർക്ക് മെൻസസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളോട് ബന്ധപ്പെടുക, ജിമായ് ചെയ്യുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ്. ഇനി അതുപോലെ തന്നെ വമുബാശറത്തു മാ ബൈന സുറത്തിഹ വറുകുബത്തിഹ ബിലാ ഹായിലിൻ, അതായത് ഭാര്യയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അവൾക്ക് മെൻസസ് ആയി ഇരിക്കുന്ന സമയത്ത് മറ കൂടാതെ സ്പർശിക്കുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ ഭാര്യയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം അവൾക്ക് മെൻസസ് ആയിരിക്കുന്ന സമയത്ത് മറ കൂടാതെ സ്പർശിക്കുക എന്നുള്ളതും പാടില്ലാത്ത കാര്യമാണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവൾക്ക് മെൻസസ് ആയിരിക്കുന്ന സമയത്ത് മറയോട് കൂടെയാണെങ്കിൽ, അതായത് ഒരു വസ്ത്രത്തിന്റെയോ മറ്റോ ആണെങ്കിൽ സ്പർശിക്കുമ്പോൾ പ്രശ്നം വരില്ല. അതേ സമയത്ത് മറ കൂടാതെ സ്പർശിക്കാൻ പാടില്ല. യഥാർത്ഥത്തില് ഈ മെൻസസിന്റെ ഘട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് പൊതുവെ സ്ത്രീകൾ ചിലപ്പോൾ ഒരു സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഇസ്ലാം അവളെ വളരെ നല്ല രൂപത്തിൽ പരിപാലിക്കുന്ന രീതിയെ കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യവും അതേപോലെ നല്ല ഒരുപാട് അവസരങ്ങൾ കൂടി നൽകുന്ന മതമാണ് ഇസ്ലാം എന്നത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ മെൻസസ് കഴിഞ്ഞ് അവൾ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് പറ്റും. 2 കാര്യങ്ങൾ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? അതായത് നോമ്പനുഷ്ഠിക്കലും ത്വലാഖ് ചൊല്ലലും അവൾക്ക് കുളിച്ച് വൃത്തിയായതിനു മുമ്പ് പറ്റും. ഭാര്യയ്ക്ക് മെൻസസ് ആയി, അവൾ ബ്ലീഡിങ് അവസാനിച്ചു, പക്ഷെ കുളിച്ച് വൃത്തിയായിട്ടില്ല. അതിനു മുമ്പേ തന്നെ അവൾക്ക് നോമ്പിൽ പ്രവേശിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. ഇന്ന് രാത്രി അവളുടെ മെൻസസ് അവസാനിച്ചു എങ്കിൽ അവൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് നോമ്പിന്റെ നിയത്ത് വെച്ച് നാളെ മുതൽ നോമ്പ് നോൽക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കാം. അതേപോലെ അവളുടെ മെൻസസ് അവസാനിച്ചാൽ അവൾ കുളിച്ച് വൃത്തിയായതിനു മുമ്പ് തന്നെ ത്വലാഖ് ചൊല്ലാനും പറ്റും. ഇനി അതേ സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവൾ കുളിച്ച് വൃത്തിയായിരിക്കണം. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, മൊത്തത്തിൽ വലിയ ശുദ്ധിക്കാർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, അത് ചെയ്യണമെങ്കിൽ ഏതായാലും കുളിച്ച് വൃത്തിയാക്കണം. ഈ അവസാനം പറഞ്ഞ ഈ 4 കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുളിച്ച് വൃത്തിയാക്കണം. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്ന്, അവളുടെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മറ കൂടാതെ ഭർത്താവിനെ സ്പർശിക്കാനും അതേപോലെ അവളുമായി സംയോഗം ചെയ്യാനും അവൾ കുളിച്ച് വൃത്തിയായിരിക്കണം. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഒരു ഭാര്യയ്ക്ക് മെൻസസ് കഴിഞ്ഞു, അവസാനിച്ചു, അപ്പോൾ മനസ്സിലാക്കാണ് ഇനി ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ ഏതായാലും കുളിക്കണം. അപ്പോൾ ബന്ധപ്പെട്ടതിന് ശേഷം ഈ 2നും വേണ്ടിയിട്ട് കുളിക്കാം. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മെൻസസ് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഭർത്താവുമായി ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ. ആവശ്യം മനസ്സിലാക്കാം. ഇനി അഡീഷണൽ ആയ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഒരു ഭാര്യയ്ക്ക് ജനാപത്തുണ്ടായ ഘട്ടത്തിൽ, അതായത് ഭർത്താവുമായി സംയോഗം ചെയ്തു പക്ഷെ കുളിച്ച് വൃത്തിയായിട്ടില്ല, അതിനു മുമ്പ് തന്നെ മെൻസസിന്റെ ബ്ലീഡിങ് വന്നു, മെൻസസ് സ്റ്റാർട്ട് ചെയ്തു, എങ്കിൽ അവൾ എപ്പോഴാണ് കുളിക്കേണ്ടത്? എങ്കിൽ അവൾ കുളിക്കേണ്ടത് ഈ മെൻസസും കഴിഞ്ഞിട്ടാണ് അവൾ കുളിക്കേണ്ടത്. അപ്പോൾ ഈ ജനാപത്തിനും മെൻസസിനും വേണ്ടി 2നും വേണ്ടി ഒരു കുളി കുളിച്ചാൽ മതിയാകും. വിഷയം മനസ്സിലാക്കാം. അതായത് ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് മെൻസസിന്റെ ഘട്ടങ്ങളിൽ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ഇതാണ് പ്രധാനമായും ഹറാമാകുന്ന വിഷയങ്ങൾ. ഇനി പല ആളുകൾക്ക് സംശയം ഉണ്ടാക്കാറുണ്ട്, ഈ സമയത്ത് ഉളൂ ചെയ്യാൻ പറ്റുമോ? ഉളൂ ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മളെപ്പോയി മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണിനിക്ക് മെൻസസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ
ഒരു വിവേചനത്തോടെ കൂടെ ഒന്നും വീട്ടിൽ കാണാൻ പാടില്ല. സാധാരണ എല്ലാ ദിവസവും എങ്ങനെയാണ് കടന്നു പോകുന്നത് ആ രൂപത്തിൽ തന്നെ കടന്നു പോകണം. അല്ലാതെ ഒരു അശുദ്ധിയുള്ളവളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനൊന്നും പാടില്ല. അതേ സമയത്ത് ഇത്തരം ആരാധനകളിൽ നിന്ന് അവൾ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെടുക്കാം. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാഫി അക്കാഡമിയുടെ ഹിക്മ എന്ന് പറയുന്ന കോഴ്സ്, ഈ അക്കാഡമിയുടെ ഭാഗമായി മറ്റു പല കോഴ്സുകളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിലവിൽ ലോഞ്ച് ചെയ്ത ഹിക്മ എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ വിശ്വാസപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഏറ്റവും ലളിതമായി പഠിക്കും. അതിനെപ്പറ്റി താഴെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ nafiacademy.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ ആവശ്യം പോലെ എടുക്കാവുന്നതാണ്. ഏതായാലും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.